ഇടയ്ക്ക് വെജിറ്റേറിയൻ പിന്നെ ഊണാണെങ്കിലും നമ്മൾ രാവിലെ ചായ പലഹാരത്തിന് ഉണ്ടാക്കുന്ന കറിയൊക്കെ ആണെങ്കിലും അത് ഉണ്ടാക്കും. പിന്നെ ഇടയ്ക്കുന്ന് നോൺ വെജ് വിഭവങ്ങൾ. അപ്പം അങ്ങനെ രണ്ടും ചേർത്തുകൊണ്ട് ഒരാഴ്ചയിൽ രണ്ടും ഒരു ബാലൻസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വാങ്ങല് വീട്ടിൽ. അപ്പോൾ മിക്കവാറും ഒരു ആഴ്ചയിൽ 2 ദിവസം എന്തായാലും മീൻ കറി വെച്ച ഉണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ മീൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇന്ന് മീൻ കറിയും മീൻ വറുത്തതും അങ്ങനെയാണ്. ഇന്നിപ്പോൾ മീൻ കറി വെക്കാൻ ഞങ്ങൾ നല്ല വലിയ അയില നോക്കിയിട്ടാണ് വാങ്ങിയത്. വറക്കാൻ നല്ല സ്പെഷ്യലായിട്ട് നല്ല വറക്കാൻ പറ്റിയ മീനാണ് വട്ടക്കടുക. അതാണ് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ഈ ഒരു മീനിന് പറയുക. അപ്പോൾ വട്ടക്കടുകയാണ് ഇന്ന് വറക്കാനും വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മളെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ എടുക്കുന്നത് 2 അയല, അത്യാവശ്യം വലിപ്പമുള്ള തന്നെയാണ്. പിന്നെ 2 വട്ടക്കടുകയാണ് നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട്. കറി വെക്കാൻ അയില. അപ്പോൾ അവിടെ നിന്നൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നാണ്. ഇനിയിപ്പോൾ ഇത് മുറിക്കണ പണിയുള്ളൂ. അപ്പോൾ അത് ഇനിയിപ്പോൾ അമ്മ അവിടെ ഒന്ന് മുറിക്കട്ടെ. അപ്പോൾ ഇതാ കറി വയ്ക്കാനുള്ളത്, പിന്നെ ഇതാ വറക്കാനുള്ളത്, അതും ഇവിടെ ആയി. ഇനിയിപ്പോൾ ഇതാ കറി വയ്ക്കുന്നതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി അത് 2 ചേർക്കാം. പിന്നെ ഇതാ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഇനിയിപ്പോൾ ഇതാ നമുക്ക് കറി വയ്ക്കുന്നതിലേക്ക് തക്കാളി അത് നുറുക്കാം. 2 തക്കാളി എടുക്കുന്നുണ്ടെന്ന്. പിന്നെ ഇനി പച്ചമുളക്. ഇന്ന് സാധാരണ മൺചട്ടി തന്നെയാണ് ഞങ്ങൾ വെക്കുന്നത്, സാധാരണ വയ്ക്കുന്ന പോലെ. ഇനി നമ്മളെ സാധാരണ പുളി അത് പിഴിഞ്ഞ് പാരണം. അത് 2 പ്രാവശ്യം പിഴിഞ്ഞ് പാരുന്നുണ്ട്. വറക്കുന്നതിലേക്ക് നമ്മൾ ഫിഷ് ഫ്രൈ മസാലയാണിത്. പിന്നെ കുരുമുളക് പൊടി അത് 2 ചേർത്തിട്ടാണ് വറക്കുന്നത്. ഉപ്പ് അത് ചേർക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒക്കെ ഒന്ന് മസാല തിരുമ്പി വയ്ക്കാം. അപ്പോൾ കറി വയ്ക്കുന്നതിലേക്ക് അരയ്ക്കാൻ വേണ്ടി തേങ്ങയൊക്കെ ചിരകി ഇനിയിപ്പോൾ ഇത് അരച്ച് വെക്കണം. അരച്ചത് നമുക്ക് കറിയിൽ വയ്ക്കുന്നതിൽ അത് ചേർക്കാം. അത്യാവശ്യമുണ്ട്, അത്യാവശ്യം നല്ല പോലെ തന്നെ തേങ്ങ അരച്ചതുണ്ട്. ഈ വെന്ത് വരുന്നുണ്ട്. കഷ്ണം ഒന്നെടുത്ത് നോക്കാം. ഏറെക്കുറെ വെന്തിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് കറിവേപ്പില അത് ചേർക്കാം. ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിൽ നമുക്ക് ചെറിയ ഉള്ളിയാണ് അത് അരിഞ്ഞത് വറുത്തിടണം. മീൻ കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് മീൻ വറക്കൽ. അപ്പോൾ ഇനി നമുക്ക് മീൻ വറുക്കാതെ 3 കഷ്ണം അതാണ്. അപ്പോൾ ഒക്കെ ഇനി വറുത്ത് തുടങ്ങാം.
ഇത് വറുക്കാൻ നല്ല മീനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വറുക്കാനാക്കിയത്, കറി അയലാക്കിയത്. നേരെ ഈ ചട്ടി തന്നെ വെക്കുകയാണ്, പിന്നെ മാറ്റി വെക്കാനൊന്നുമില്ല. അപ്പോൾ ഇതിൽ തന്നെ അവിടെ നിൽക്കട്ടെ. ഇന്നിപ്പോൾ ഏതായാലും ഇപ്പോൾ മീൻകറി മീൻ വറക്കലും അതിവിടെ ആയി കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇനി ലേശം സലാഡ്, അതായത് നമ്മൾ തൈരൊക്കെ ചേർത്തിട്ട് തക്കാളി വലിയ ഉള്ളിയൊക്കെ ഒന്ന് ഇഞ്ചിയൊക്കെ ചേർത്തൊന്ന് ചെറുതാക്കി ഒന്ന് നുറുക്കിയിട്ട് നമുക്ക് അതൊന്ന് ഉണ്ടാക്കാം. ഇതാ ഓരോ ഉള്ളിയും തക്കാളിയും പച്ചമുളക് 2 ഉണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇതുകൂടി ഉണ്ടെന്ന് ഒരു വെജിറ്റബിൾ എന്തെങ്കിലും ഒക്കെ തന്നെ കാര്യമായിട്ട് അതും കൂടി വേണമല്ലോ. ഇത് നല്ല രസമാണ് ഇങ്ങനെ സലാഡാക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ തൈരൊക്കെ ചേർത്തിട്ട്. ഒക്കെ ചെറുതാക്കി അങ്ങനെ നുറുക്കാം. പിന്നെ തോരനോ അങ്ങനെയുള്ള മറ്റ് വിഭവങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ എനിക്കിതാ തൈര് അത് ചേർത്ത് ഇനി ഇളക്കിയെടുക്കണം. പിന്നെ നമുക്ക് ഉപ്പും ചേർക്കാം. പിന്നെ എളുപ്പമുണ്ടല്ലോ, നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാം ഇവിടെ ആയി. ഇനിയിപ്പോൾ നമുക്ക് ഊണെടുക്കലേ ഉള്ളൂ, സമയമാവട്ടെ. നമുക്കൊക്കെ നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാണത്. അപ്പോൾ ഏതായാലും ഊണ് കഴിക്കായി. അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മൾ മീൻകറി, അയല തേങ്ങ അരച്ച് കറി വെച്ചത്, പിന്നെ ഇതാ വട്ടക്കടുക വറുത്തത് 1 കഷ്ണം, പിന്നെ നമ്മളെ സലാഡ്. മീൻ വറുത്തതുള്ളതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് പപ്പടം വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ കഴിക്കായി. ഇത് എനിക്കുള്ളതാണ്. മീൻ വറുത്തത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.